ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കുറച്ച് മണി പ്ലാന്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന മണി പ്ലാന്റുകളെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇവിടെ അടുത്ത് മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അത് കേട്ടോണ്ടേയിരിക്കും. ഞാനത് കഴിയാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നേ, പക്ഷേ അത് കഴിയുന്നില്ല കേട്ടോ. ഒരു മരം ഇങ്ങനെ മുറിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എൻ്റെ കൂടെ തന്നെ എടുക്കാൻ, വലിയ പ്രശ്നം വരൂലായിരിക്കും ഒച്ചയുടെ. നോക്കാം. പ്ലാന്റ് ഞാൻ ചെറിയതും അതുപോലെ തന്നെ വലിയ ഇലകളും ഉള്ളത് എടുത്തിരുന്നേ. വലിയ ഇലകളുള്ളത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണും അതോടൊപ്പം തന്നെ വേരും കാണാം. അപ്പോൾ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ ഇതിന് ഭിത്തിയിലൊക്കെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുമ്പോൾ കുറച്ച് നീറ്റായിട്ടിരിക്കുക. നമ്മൾ ഇച്ചിരി ഉണങ്ങിയതുപോലെയൊക്കെ ഇരിക്കുന്ന ആ വേരുകളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് താഴെയുള്ള വേര് വെച്ചിരിക്കും കേട്ടോ. അതേ ഇവിടെയും അതുപോലെ എല്ലാത്തിലും ഉള്ള വേര് ഞാൻ പയ്യെ കട്ട് ചെയ്ത് കളയുവാണ്. അത് കുഴപ്പമില്ല കേട്ടോ, കട്ട് ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുവാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ കട്ടിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നല്ലത് എടുത്തിട്ട്, ഇതിപ്പോൾ ഒരു നമ്മൾ ഈ ബിരിയാണിയൊക്കെ മേടിക്കില്ലേ, അപ്പോൾ കിട്ടുന്ന ഒരു ട്രേ ആണ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബോക്സിനുള്ളിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ഉള്ളിൽ വച്ചിരിക്കുന്നത് മുഴുവൻ ഇതുപോലത്തെ കട്ടിങ്സ് ആണ് കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന കട്ടിങ്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുവാണ്. അതിങ്ങനെ വെക്കുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലോ അകത്ത് കിച്ചണിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു നല്ല പോട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇനിയുള്ളതും ഞാൻ അതുപോലെ തന്നെ ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേരിറങ്ങിയിട്ട് ഇന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ പ്ലാന്റ് നന്നായി നല്ല ഉഷാറായി നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് അങ്ങനെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റാക്കി മാറ്റാൻ വേണ്ടി ഇതുപോലെ എടുത്ത് നമുക്ക് വയ്ക്കാം കേട്ടോ. അതുവരെ ഇതിനകത്ത് തന്നെ ഇരിക്കും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ ഇത് നന്നായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ കാണാനും നല്ല രസമാണ്. ഇതാണ് ആദ്യം നമ്മൾ എടുത്ത സ്ഥലത്തുള്ള വലിയ ഇലകളുള്ള മണി പ്ലാന്റ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ തിക്നെസ് ഉണ്ടോ, ഇതിൻ്റെ ആ തണ്ടിൻ്റെ തിക്നെസ്. ഇത് പക്ഷേ താഴെ നടുകയാണെങ്കിൽ, തറയിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ പ്ലാന്റായിട്ട് വളരും കേട്ടോ. അപ്പം ഞാനിത് ചെടിച്ചട്ടിയിലേക്കാണ് നടാൻ പോകുന്നത്. ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും, കുറേ നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ വളരുള്ളൂ. ഇത് ഭയങ്കര വലുതായിട്ടൊന്നും മാറില്ല. ഇതിനും അതുപോലെ വേരുണ്ട്, ആ വേരും കൂടി കട്ട് ചെയ്ത് നീറ്റാക്കാം. താഴെയുള്ള വേര് വെച്ചിരിക്കും കേട്ടോ. താഴെ ഇങ്ങോട്ടൊരു രണ്ട് മൂന്ന് വേരുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിനുള്ളിലേക്ക് നടാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്ത് വേര് നിർത്തിയിട്ട് അവിടുത്തെ ലീഫ് മാത്രം കട്ട് ചെയ്ത് കളയും. ബാക്കിയുള്ള സ്ഥലത്തെ വേര് കളഞ്ഞിട്ട് അവിടെയുള്ള ഇല നിലനിർത്തും. എന്നിട്ടാണ് നടാൻ പോകുന്നത്. ഇതിപ്പോൾ ഇത്രയൊക്കെ ലെങ്തിലുണ്ട് കേട്ടോ. അത്രയും വേണം ഞാൻ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ കാണിച്ചത്. ഞാൻ ഈ മണി പ്ലാന്റ് വേരുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ മാത്രമുള്ള വേര് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ വാളിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടേക്കാണ് പിടിപ്പിക്കാനുള്ളത്. ഇവിടെ ഞാനൊരു പോട്ട് മണ്ണൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇതിങ്ങനെ കുത്തി കൊടുക്കാം. ഇത് ആവശ്യമുള്ള അത്രയും ഞെരുക്കി ഞാൻ കുത്തുവാണ്. ഒത്തിരി അധികം മണി പ്ലാന്റുകൾ നല്ല ആഴത്തിൽ കുത്തി കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഓരോ വാളിലിങ്ങനെ ഓരോ സ്ഥലത്തേക്കും നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ അത് ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പോൾ എടുക്കുന്നത് ചെറിയ സെല്ലോ ടേപ്പാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അത് തന്നെ കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് തന്നെ വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അത് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്യുവാണ്. ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് പോവുകയാണേ. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അത് ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഭിത്തിയിൽ ഇതിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ടേപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് വെച്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹുക്ക് മേടിക്കുമ്പോൾ
കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ മണി പ്ലാന്റ് ഇതേ വാളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി നിൽക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നട്ടതേ ഉള്ളൂ. കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് നാളെ നന്നായിട്ട് ഉഷാറായിട്ട് ഇത് വരും കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കാര്യമാക്കണ്ട. അത് ഉഷാറായി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ലീഫൊക്കെ നല്ലതായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ല ഇച്ചിരി ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഡൈനിങ് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു പോട്ടാണ് കേട്ടോ. അത് ഇച്ചിരി ചെറിയൊരു കട്ടിങ് ആയിരുന്നു. ഇതുപോലെയൊക്കെ ചെറിയൊരു കട്ടിങ് കൊണ്ടുവന്ന് വെച്ചതാണ്. അതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.